ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് തട്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതിന് നമുക്കൊരു സാമ്പാർ വെക്കണം. സാമ്പാർ ഈസി ആയിട്ടോ വെക്കണേ, ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഒരു കുഞ്ഞു കഷ്ണം ചേനയും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു പകുതി സവാളയും എടുത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പും കൂട്ടി. പരിപ്പില്ലാതെ സാമ്പാർ വയ്ക്കാൻ പറ്റില്ലല്ലോ, പരിപ്പില്ലാതെയും വെക്കാം. അപ്പോൾ വറുത്തരച്ച് ചേർക്കണമെന്നുള്ളൂ. പിന്നെ ഇത് കാശ്മീരി മുളക്, അല്പം സാമ്പാർ പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറുക്കാനായിട്ട് 2-3 വറ്റൽമുളക്, പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങാക്കോല്, തക്കാളി. കണ്ടോ, ഇത്രയും സാധനം കൊണ്ട് വെച്ച് ഈസി ആയിട്ട് ടേസ്റ്റായിട്ട് ഞാൻ എങ്ങനെ സാമ്പാർ വയ്ക്കണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കുക്കറിൽ കഴുകിയിട്ടുന്ന ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് പരിപ്പും ഈ ചേനയും ഈ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ചേർക്കാൻ, കടുക് പൊട്ടിച്ചേർക്കാൻ. സാമ്പാറായി, ഇഡ്ഡലിയായി, കഴിക്കലായി. ഓക്കെ. പരിപ്പും ചേനയും ഉരുളക്കിഴങ്ങും വേവിച്ച് ഞാൻ സവാളയും കൂടി വേവിച്ച് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത് ശരിക്കും വെന്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാനിൽ. എല്ലാം കൂടെ കടുക് പൊട്ടിച്ച് സൂപ്പറായിട്ട് വെക്കാം. അടിപൊളി. ഇത്രയും നേരം മഴ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ മഴ. നല്ല മഴയാ. ഉള്ളി, ഒന്നും കേൾക്കാൻ പാടില്ല. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വാങ്ങി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറുണ്ട്. ഞാനപ്പോ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോഴേ ഇഡ്ഡലി ഉണ്ടാക്കിയതായാലും, അപ്പൊ ഇന്ന് സാമ്പാറും ഇഡ്ഡലിയും കൂടെ അങ്ങോട്ട് കഴിക്കാം. ഇതിപ്പോ ഒരു 3 വെണ്ടയ്ക്ക, 3 മുരിങ്ങാക്കോല്, 3 തക്കാളി. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, എന്റെ മേത്തേക്ക് അടിയുണ്ടോ? എന്ത് സാധനം എടുക്കുമ്പോഴും ഓരോന്നോരോന്ന് ഇങ്ങനെ എന്റെ മേത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. നമുക്കേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടില്ലായിരുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാട്ടോ. കുറച്ച് വെള്ളം.
ഇങ്ങനെ മൂപ്പിച്ചിട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എന്നും വെക്കണത്. പലരും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്കറിലേക്ക് ഇടും. കാര്യം സാമ്പാർ പൊടി ഇട്ടുണ്ടെങ്കിലും അല്പം കായപ്പൊടി ഇടാട്ടോ. എന്നാലാണ് സാമ്പാർ അവിടെ ഈ കായം വേണം ശരിക്കും, എന്നാലേ സാമ്പാർ ആവൂ. അങ്ങനെയാണ് അതിന്റെ വെപ്പ് അല്ലേ. സാമ്പാർ ഇരുന്ന് വേവട്ടെ. കുറച്ചുകൂടെ കൂടും. ടേസ്റ്റിന് ആവശ്യമുള്ളതാട്ടോ. പലർക്കും പല അളവ് ഒക്കെയാണ്. ഏതായാലും സാമ്പാർ അവിടെ നിന്ന് വേവട്ടെ. സാമ്പാർ എവിടം വരെയായി നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ. പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയായില്ലേ. ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം ഇല്ല, ചേനയുടെ കഷ്ണം ഇല്ല, ഒന്നുമില്ല. ഉള്ളത് മുരിങ്ങാക്കോലും തക്കാളി വെണ്ടയ്ക്കയും മാത്രം. സൂപ്പർ സൂപ്പർ. അടിപൊളി. മറ്റതെല്ലാം കുക്കറിൽ വെന്തുടഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ സാമ്പാർ വെച്ചു. അപ്പോ ദേ ഇഡ്ഡലി കഴിക്കാം. സാമ്പാർ ചമ്മന്തി വേണി, ഒരു ചമ്മന്തി അരയ്ക്കാൻ എന്തൊരു നേരം വേണം. അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. സാമ്പാർ വയ്ക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. അടിപൊളി. അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഒരു കാര്യം കൂടെ വിട്ടുപോയി. മല്ലിയില എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയില എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ മറന്നു. നല്ല ഓർമ്മയല്ലേ, കുഴപ്പമില്ല. ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ, അടിപൊളി സാമ്പാർ. ചട്ടിമേക്കടിക്ക് ആയിട്ടുണ്ട്, കുഴപ്പമില്ല.